ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. അപ്പൊ നമ്മൾ മാത്സിലെ പേജ് നമ്പർ 62 ആണ് ഇനി എടുക്കുന്നത്. നമ്മൾ അഡീഷൻ ഒക്കെ പഠിച്ചു അല്ലെ, അഡീഷൻ പഠിച്ചു, സബ്ട്രാക്ഷൻ എങ്ങനെയാണെന്ന് പഠിച്ചു അല്ലെ, സബ്ട്രാക്ഷൻ എങ്ങനെയാണെന്ന് പഠിച്ചു അല്ലെ. അപ്പൊ അതെങ്ങനെയാണ് സബ്ട്രാക്ട് ചെയ്യുന്നതും കൂടി പഠിച്ചു. അപ്പോൾ നമ്മൾക്ക് 62-ല് നമ്മൾക്ക് കുറച്ച് ആക്ടിവിറ്റീസ് ആണ് തന്നിരിക്കുന്നത്. ക്രോസ്, കൗണ്ട് ആൻഡ് റൈറ്റ് എന്നാണ് പറഞ്ഞത്. തന്നിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് സാധ്യത തന്നിട്ടുണ്ട്. അതിന് നമ്മൾ എത്രയാണോ മൈനസ് ചെയ്യുന്നത്, മൈനസ് ചെയ്യേണ്ടത് അത്ര എണ്ണം നമ്മൾ എന്ത് ചെയ്യണം? ക്രോസ് ചെയ്യണം. അത്ര എണ്ണം നമ്മൾ എന്ത് ചെയ്യണം? ക്രോസ് ചെയ്യണം. എന്നിട്ട് ബാക്കി വരുന്നത് എത്രയാണോ അതാണ് ആൻസർ. ഓക്കെ, അപ്പൊ നമുക്ക് അതാണ് ക്രോസ്, കൗണ്ട് ആൻഡ് റൈറ്റ് പറഞ്ഞാൽ നമ്മൾ തന്നിരിക്കുന്നത് എത്രയാണോ മൈനസ് ചെയ്യേണ്ടത് അതിന് നമ്മൾ എന്ത് ചെയ്യണം? ക്രോസ് ചെയ്യണം. എന്നിട്ട് ബാക്കി വരുന്നതിന് എഴുതണം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. 7 - 5. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? 7 - 5 ആണ്. അപ്പൊ നമ്മൾ എത്ര എണ്ണം വരയ്ക്കും? 7 എണ്ണം വരയ്ക്കും അല്ലേ. ഇതെങ്ങനെ ഇത് 7 1 2 3 4 5 6 7. അപ്പൊ ഇതിൽ എത്ര ഉണ്ട്? 1 2 3 4 5 6 7. അപ്പൊ ഈ 7 തന്നിരിക്കുന്നതിന് നമ്മൾ എത്രയാണ് ക്രോസ് ചെയ്യേണ്ടത്? 5 അല്ലേ. എത്ര ക്രോസ് ചെയ്യണം? 5. അപ്പൊ 1 2 3 4 5. അപ്പൊ എത്ര എണ്ണമാണ് ബാലൻസ് വന്നിരിക്കുന്നത്? = 7. ടോട്ടൽ നോക്കുക 7. അതിൽ എത്ര എണ്ണം ക്രോസ് ചെയ്തു? 5. ബാലൻസ് എത്ര വന്നിരിക്കുന്നത്? 7 - 5 = 2. ഓക്കെ, അപ്പൊ അടുത്ത നോക്കൂ. പെൻസിലാണ് തന്നിരിക്കുന്നത്. 8 പെൻസിൽ തന്നിട്ടുണ്ട്. ഓക്കെ, എത്ര എണ്ണം തന്നിട്ടുണ്ട്? 8 പെൻസിൽ. 1 2 3 4 5 6 7 8 പെൻസിൽ തന്നിട്ടുണ്ട്. അതിൽ എത്രയാണ് ക്രോസ് ചെയ്യേണ്ടത്? 3. എത്രയാണ് ക്രോസ് ചെയ്യേണ്ടത്? 3. മനസ്സിലായോ? 8 പെൻസിൽ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? അതില് ക്രോസ് ചെയ്യേണ്ടത് 3. 8 - 3. 8 - 3 = 2. അപ്പൊ എത്ര കിട്ടും? 8 - 3 = 5. ഓക്കെ, ഇതാണ് 8. 8-ൽ നിന്ന് നമ്മൾ എത്ര മൈനസ് ചെയ്യണം? 3 മൈനസ് ചെയ്തു. അപ്പൊ എത്ര കിട്ടി? 5. ഓക്കെ, അടുത്ത് നോക്കൂ. മരങ്ങളാണ് തന്നിരിക്കുന്നത് അല്ലെ, ട്രീസ് ആണ് തന്നിരിക്കുന്നത്. എത്ര ട്രീസ് ഉണ്ട്? 1 2 3 4 5 6 ട്രീസ് ആണുള്ളത്. 6 ട്രീസിൽ നിന്നും എത്രയാണ് മൈനസ് ചെയ്യേണ്ടത്? 3. 6 - 3. 6 ട്രീസിൽ നിന്നും എത്ര മൈനസ് ചെയ്യണം? 6 ട്രീസിൽ നിന്നും 3 മൈനസ് ചെയ്യുമ്പോൾ എത്രയാണ് ബാലൻസ് കിട്ടുന്നത്? 1 2 3. അപ്പൊ എത്ര കിട്ടുന്നു? 3. 6 - 3 = 3. അപ്പൊ 6 ട്രീസ് ഉണ്ട്. അതിൽ എത്രയാണ് ക്രോസ് ചെയ്യേണ്ടത്? 3. അപ്പൊ ബാലൻസ് എത്ര കിട്ടുന്നു? 3. അടുത്ത നോക്കൂ. 9 - 3. എത്രയാണ്? 9 - 3. വാട്ടർ മിലന്റെ പീസ് ആണ് ഉള്ളത്. എന്താണ്? തണ്ണിമത്തന്റെ പീസുകളാണ്. 9 പീസസ് ഉണ്ട്. 9 പീസസിൽ നിന്നും എത്രയാണ് ക്രോസ് ചെയ്യേണ്ടത്? 3. 9 പീസസ് ആണുള്ളത്. അതിൽ നിന്നും എത്രയാണ് ക്രോസ് ചെയ്യേണ്ടത്? 3. അപ്പോൾ എത്രയാണ് ബാലൻസ് കിട്ടുന്നത്? 6. ഓക്കെ, അപ്പൊ എത്ര കിട്ടുന്നു ബാലൻസ്? 6. 9 - 3 = 6. 9 - 3 = 6. 9 പീസസ് ഉണ്ട്. ആ പീസസിൽ നിന്നും എത്രയാണ് ക്രോസ് ചെയ്യേണ്ടത്? 3 ക്രോസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുന്നു? 6. അടുത്ത നോക്കൂ. കൗണ്ട് ആൻഡ് റൈറ്റ്. പേജ് നമ്പർ 63. കൗണ്ട് ആൻഡ് റൈറ്റ്. 5 - 3. 5 പൂക്കളുണ്ട്. അതിൽ നിന്നും
3 പൂക്കൾ വേറൊരു കുട്ടിക്ക് കൊടുത്തു. അപ്പോൾ എത്ര എണ്ണമാണ് ബാലൻസ് ഉള്ളത്? 2. 5ൽ നിന്നും 3 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയുള്ളത്? 2. ഓക്കെ, അപ്പൊ 5 മൈനസ് 3 ഇസ് ഈക്വൽ ടു 2. അവിടെ ബാലൻസ് വരുന്നത് എഴുതി അവിടെ ഉണ്ട്. നിങ്ങൾ നോക്കൂ, അത് തന്നെ പേജ് നമ്പർ 63 തന്നെ നോക്കൂ. 5 മൈനസ് 3 എന്ന തന്നിട്ടുണ്ട് പൂക്കൾ അല്ലെ, അതിൽ ബാലൻസ് വരുന്ന പൂക്കളും കൂടി ഉണ്ട്. അതിനെന്ത് ചെയ്യണം? കൗണ്ട് ചെയ്തിട്ട് ആ സർക്കിളിൽ എഴുതുക. ഓക്കെ, അതേമാതിരി 8 എന്താ ഉള്ളത്? 8 മൈനസ് 4 മനസ്സിലായോ? 8 മൈനസ് 4 ഇസ് ഈക്വൽ ടു, അപ്പൊ എത്രയാണ് നോക്ക്? 8 ഫ്രൂട്ട്സ് വന്നിട്ടുണ്ട്, അതിലെ 4 ഫ്രൂട്ട് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പോൾ ബാലൻസ് എത്ര കിട്ടുന്നു? അതും അവിടെ കൊടുത്തിട്ടുണ്ട് ബാലൻസ് വരുന്നത്. അതിനെന്ത് ചെയ്യണം? കൗണ്ട് ചെയ്തിട്ട് എഴുതുക. 1 2 3 4. അപ്പോ 8 മൈനസ് 4 ഇസ് ഈക്വൽ ടു 4. 8 മൈനസ് 4 ഇസ് ഈക്വൽ ടു 4. അടുത്ത നോക്കൂ, 9 കപ്സ് ആണ് തന്നിരിക്കുന്നത്. എത്ര തന്നിട്ടുണ്ട്? 9 കപ്സ്. അതിൽ നിന്ന് എത്ര മാറ്റിയിരിക്കുന്നത്? 5. 9 കപ്സ് തന്നിട്ടുണ്ട്. 5 എണ്ണം മാറ്റിക്കഴിഞ്ഞാൽ ബാലൻസ് വരുന്നത് എത്രയാണ് നോക്കൂ? കപ്പിന്റെ എണ്ണം നോക്കൂ. കപ്സിന്റെ 1 2 3 4 കപ്സ്. അപ്പോൾ ആ കപ്സിന്റെ താഴെ എന്ത് എഴുതണം? സർക്കിളില് 4. ഓക്കെ, അടുത്ത നോക്കൂ, 10 ബട്ടർഫ്ലൈസ് ആണ് തന്നിരിക്കുന്നത്. 10 ബട്ടർഫ്ലൈസിൽ നിന്നും എത്രയാണ് മൈനസ് ചെയ്യേണ്ടത്? 6. 6 മൈനസ് ചെയ്യുമ്പോൾ ബാലൻസ് എത്ര വരുന്നു? 4. അതും അതല്ലേ ചിത്രത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. 4 ബട്ടർഫ്ലൈസ്. അതെന്ത് ചെയ്യണം? സർക്കിളിൽ എഴുതണം. ഓക്കെ, 4 എന്ന് സർക്കിളിൽ എഴുതുക. അടുത്ത നോക്കൂ, പേജ് നമ്പർ 64 ആണ്. ഓട്ടോറിക്ഷാസ് ആർ ഹിയർ. അപ്പോ 6 ഓട്ടോറിക്ഷകൾ അവിടെ ഉണ്ടായിരുന്നു. മനസ്സിലായോ? ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ എത്ര ഓട്ടോറിക്ഷകളാണുള്ളത്? 6 ഓട്ടോറിക്ഷ ഉണ്ട്. മനസ്സിലായോ? സ്റ്റാൻഡിൽ എത്ര ഓട്ടോറിക്ഷ ഉണ്ട്? 6. അതിൽ നിന്ന് 4 ഓട്ടോറിക്ഷാസ് ലെഫ്റ്റ്. അതിൽ 4 എണ്ണം അതെന്ത് പോയി? ഓട്ടത്തിന് പോയി. ഓക്കെ, 4 എണ്ണം എവിടേക്ക് പോയി? വെളിയിലേക്ക് പോയി. മനസ്സിലായോ? സ്റ്റാൻഡിൽ നിന്നും എവിടേക്ക് പോയി? ഓരോ സ്ഥലത്തിലേക്ക് പോയി. എത്ര എണ്ണമാണ്? 4 എണ്ണം. അപ്പൊ ബാലൻസ് വരുന്ന ഓട്ടോറിക്ഷ എത്രയാണ്? 6 ആണ് ഓട്ടോ സ്റ്റാൻഡിൽ ഉണ്ടായിരുന്നത്. അതിൽ നിന്നും എത്ര മൈനസ് ചെയ്യണം? 6 ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. അതിൽ 4 എണ്ണം എന്ത് ചെയ്തു? പോയി അല്ലേ, ലെഫ്റ്റ് ചെയ്തു, പോയി. അപ്പൊ അതിൽ നിന്നും ബാലൻസ് വരുന്ന എത്രയാണ്? 2. അവിടെ കാണിച്ചിട്ടുണ്ടല്ലോ, 2 ഓട്ടോറിക്ഷകൾ അവിടെ കാണിച്ചിട്ടുണ്ട്. അത് കൗണ്ട് ചെയ്തിട്ട് ആ സ്ക്വയറിൽ എഴുതുക. അപ്പൊ 2 ഓട്ടോറിക്ഷാസ് ആർ റിമൈനിങ്. ബാക്കി ഉണ്ടായിരുന്നത് ഏതാണ്? 2. അടുത്ത നോക്കൂ, 7 ബേർഡ്സ് ആർ ഹിയർ. അവിടെ എത്ര ബേർഡ്സ് ആ ഉള്ളത്? 7. എത്ര ബേർഡ്സ് ആ ഉള്ളത്? 7 ബേർഡ്സ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. അതിൽ 4 ബേർഡ്സ് ഫ്ലൂ അവേ. 4 ബേർഡ്സ് എന്ത് ചെയ്തു? പറന്നുപോയി. മനസ്സിലായോ? 7 ബേർഡ്സുകളാണുള്ളത്. അതിൽ 4 ബേർഡ്സ് എന്ത് ചെയ്തു? പറന്നുപോയി. ബാലൻസ് വരുന്നത് എത്രയാണ്? 1 2 3. അവിടെ 3 ബേർഡ്സിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിലെന്ത് എഴുതണം? സ്ക്വയറിൽ 3 എന്ന് എഴുതണം. ഓക്കെ, ഇനി 5 ബുക്സ് ആർ ഹിയർ. അവിടെ എത്ര ബുക്സ് ആ ഉള്ളത്? 5. എത്ര ബുക്സ് ആ ഉള്ളത്? 5. 3 ബുക്സ് ആർ ടേക്കൺ. അതിൽ 5ൽ നിന്നും 3 ബുക്സ് ആർ ടേക്കൺ. വായിക്കാൻ വേണ്ടിയിട്ട് 3 ബുക്സുകൾ എടുത്തു. ബാക്കി വരുന്ന ബുക്സ് എത്രയാണ് ചോദിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ എത്ര ബുക്സ് ഉണ്ടാവും? 5 മൈനസ് 3 എത്ര ബുക്സ് ഉണ്ടാവും? 5 മൈനസ് 3 ഇസ് ഈക്വൽ ടു 2 ബുക്സ്. അപ്പൊ 2 ബുക്സ് ആർ റിമൈനിങ്. അപ്പോൾ ഇത്രയാണ് ഇതുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യണം? അത് നന്നായിട്ട് കൗണ്ട് ചെയ്തിട്ട് മൈനസ് വരുന്നത് എത്രയാണ് എന്ന് നോക്കിയിട്ട് ആ സർക്കിളിലും അതേമാതിരി ഇവിടെ സ്ക്വയറിലും എഴുതുക. ഓക്കെ.